പഴുത്ത ചക്ക കൊണ്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 12 ചുളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ആ ഒരു ചക്ക അരക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിരുന്നു. ഇപ്പോൾ ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കൂട്ട് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ പ്ലേറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു പാത്രം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം വാഴയില വെച്ചാലും മതിയാകും. പിന്നെ ഇതിന് മുകളിലേക്ക് കൂട്ടൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കട്ടിയിലല്ല ഞാനിവിടെ തയ്യാറാക്കുന്നത്. തിന്നായിട്ടുള്ള ഷീറ്റാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പാകത്തിന് മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നേരത്തെ സ്റ്റീമർ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുക. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇതൊരു പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. പഴുത്ത ചക്ക ഉപയോഗിച്ച് നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ട്രൈ ചെയ്ത് എന്തായാലും ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.